ഒരു വീഡിയോ ഇപ്പോൾ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആ വീഡിയോ? നിലമ്പൂരിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടിയുടെ പതാകയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പതാക ഇവിടെ വീശാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് INL പതാകയാണ്, പച്ച പതാക കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് വിരളി പിടിച്ചതാണ് എന്നുള്ള രൂപത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആ കാര്യം നല്ലതാണെങ്കിലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് LDF പരിപാടിയിൽ LDFന്റെ പൊതുവായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. അതൊരു കർശന നിർദ്ദേശം തന്നെയായിരുന്നു. എന്താണപ്പാ ഈ മുഖ്യമന്ത്രി കണ്ടത്? എന്തിനെയാണപ്പാ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഈ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതാണ് മുഖ്യമന്ത്രി പറയാനുണ്ടായ കാരണം. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. പച്ചക്കൊടി പാറിക്കളിക്കുകയാണ്. കൺവെൻഷൻ വേദിയിൽ INLന്റെ പതാകയാണ്. INLന്റെ പതാക അങ്ങനെ വെറുതെ അങ്ങ് പാറിക്കളിക്കേണ്ട, അത് തെറ്റിദ്ധാരണയുണ്ടാക്കും എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത്, മോശമായ കാര്യം കണ്ടു എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, നല്ല കാര്യം തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. ഈ രാഷ്ട്രീയ തമ്മാടികൾ ചെയ്തിട്ടുള്ള എന്താണെന്നറിയാം. തമ്മാടിത്തം കാണിക്കുന്നവനെ തമ്മാടി എന്ന് വിളിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത്. ഈ വീഡിയോ ചെയ്തവൻ എന്താ കാണിച്ചത്? മുഖ്യമന്ത്രി എന്താണ് അവിടെ കണ്ടിട്ടുള്ള കാഴ്ച? നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു കാലിൽ കെട്ടിയിട്ട, അവിടെ വീശുന്നതല്ല, കെട്ടിയിട്ട പതാക. രണ്ട് പതാകകളുണ്ട്. ഒന്ന് കേരള കോൺഗ്രസ് BJD-യുടേതുണ്ട്, INL-യുടേതുണ്ട്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ പറയാണ്, ആ പച്ച പതാക കണ്ടില്ലേ, അതാണ് മുഖ്യമന്ത്രിയെ വിരളി പിടിപ്പിച്ചത്. കാരണം പച്ച പതാക പാകിസ്ഥാന്റെ കൊടിയടയാളമാണല്ലോ. അതുകൊണ്ട് അത് ഉപയോഗിച്ചാൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, വർഗീയത. എന്റെ ഇടയിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആ സദസ്സിൽ ഉണ്ടായിരുന്നുവെന്ന്. ആ സദസ്സിൽ വന്ന എല്ലാവർക്കും കാണാവുന്ന ഒരു കാഴ്ചയാണ്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു DYFIയുടെ ചെറുപ്പക്കാരൻ ചെഗ്വേരയുടെ ചിത്രം പതിപ്പിച്ച ഒരു കൊടിയുമായി ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് പച്ചക്കള്ളവും പ്രചരിപ്പിക്കുക എന്ന തന്ത്രമാണ് UDFും BJPയും അടക്കമുള്ളവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്തവർ. അവർക്കതിനൊരു കൃത്യതയുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പച്ചക്കള്ളം ലോകം ചുറ്റി വരുമ്പോഴേ സത്യം ചെരിപ്പിട്ടിറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആളുകൾ ഇങ്ങനെ ഇതിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ സത്യം തിരിച്ചറിഞ്ഞൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് കള്ളം നാടാകെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് ഇത്തരം പച്ചക്കള്ളം ഒരു നെറികേടുമില്ലാതെ പറയാൻ ഇവർക്ക് പ്രചോദനമാകുന്നത്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒരു വീഡിയോ ഇപ്പോൾ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആ വീഡിയോ? നിലമ്പൂരിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടിയുടെ പതാകയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പതാക ഇവിടെ വീശാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് INL പതാകയാണ്, പച്ച പതാക കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് വിരളി പിടിച്ചതാണ് എന്നുള്ള രൂപത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. എന്താ പറയുന്ന ആ വീഡിയോ ഒന്ന് കാണാം. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ പരിപാടി LDFന്റെ പരിപാടിയാണ്. LDFന്റെ പരിപാടിയാകുമ്പോൾ LDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റു പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFന്റെ പൊതുവായിട്ടുള്ളതല്ല. LDFന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. എന്തോ അദ്ദേഹം അവിടെ കണ്ടിട്ടാണ് ഇത് പറഞ്ഞത്. അതായത് ഓരോ കക്ഷിക്കും, LDFലെ ഓരോ കക്ഷിക്കും ഓരോ അടയാളങ്ങൾ ഉണ്ടാകാം, ഓരോ കൊടികൾ ഉണ്ടാകാം. അതെല്ലാം അവരവരുടെ പരിപാടിയിൽ വച്ചാൽ മതി. LDFന്റെ പൊതു പരിപാടിയിൽ വരുമ്പോൾ LDFന്റെ പൊതു ചിഹ്നങ്ങളാണ് വേണ്ടത്. ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആ കാര്യം നല്ലതാണെങ്കിലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് LDF പരിപാടിയിൽ LDFന്റെ പൊതുവായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. അതൊരു കർശന നിർദ്ദേശം തന്നെയായിരുന്നു. എന്താണപ്പാ ഈ മുഖ്യമന്ത്രി കണ്ടത്? എന്തിനെയാണപ്പാ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഈ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതാണ് മുഖ്യമന്ത്രി പറയാനുണ്ടായ കാരണം. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. പച്ചക്കൊടി പാറിക്കളിക്കുകയാണ്. കൺവെൻഷൻ വേദിയിൽ INLന്റെ പതാകയാണ്. INLന്റെ പതാക അങ്ങനെ
വെറുതെ അങ്ങ് പാറിക്കളിക്കേണ്ട, അത് തെറ്റിദ്ധാരണയുണ്ടാക്കും എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിന്റെ പതാക, പാകിസ്ഥാനോട് സാമ്യമുള്ള മുസ്ലിം ലീഗിന്റെ പതാക, INL-ന്റെയും പതാക പച്ചക്കൊടിയാണ്, അതിന് ഒരു ചന്ദ്രക്കലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പതാകയോട് സാമ്യം തോന്നുന്ന മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനും ഉണ്ടായ നഷ്ടം, കേരളത്തിലെ കോൺഗ്രസ് അല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായ നഷ്ടം പിണറായി വിജയൻ ഈ പച്ചക്കൊടി കണ്ടപ്പോൾ ഓർത്തു കാണും. അതുകൊണ്ടായിരിക്കാം ഈ കൊടിയെടുത്തു മാറ്റാൻ മറ്റൊരു ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത്. കണ്ടില്ലേ എന്താ ഇപ്പൊ അതിൽ പറയുന്നത്? അവിടെ പറയാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് വെറുതെ അങ്ങ് പറഞ്ഞു പോവില്ല. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾപ്പിക്കുകയാണ്. എന്താ അതിൽ പറയുന്നത്? മുഖ്യമന്ത്രി പറയാണ്, ഇത് LDF-ന്റെ പരിപാടിയാണ്. LDF-ന്റെ ആളുകൾ ഉപയോഗിക്കുന്ന പതാകകൾ സ്വാഭാവികമായി ഉണ്ടാവും. ഓരോ കക്ഷിയും അവരുടേതായ അടയാളങ്ങൾ ഉപയോഗിച്ചു എന്നും വരാം. അത് കക്ഷികളുടെ മാത്രം അവകാശപ്പെട്ടതാണ്, LDF-ന്റെ പൊതുവായിട്ടുള്ളതല്ല. അതുകൊണ്ട് LDF-ന്റെ പൊതുവായിട്ടുള്ള അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, കൽപ്പിക്കുകയല്ല. അടുത്ത വരി, ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നല്ല കാര്യമാണെങ്കിലും അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത്, മോശമായ കാര്യം കണ്ടു എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, നല്ല കാര്യം തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. ഈ രാഷ്ട്രീയ തമ്മാടികൾ ചെയ്തിട്ടുള്ള എന്താണെന്നറിയാം. തമ്മാടിത്തം കാണിക്കുന്നവനെ തമ്മാടി എന്ന് വിളിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത്. ഈ വീഡിയോ ചെയ്തവൻ എന്താ കാണിച്ചത്? മുഖ്യമന്ത്രി എന്താണ് അവിടെ കണ്ടിട്ടുള്ള കാഴ്ച? നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു കാലിൽ കെട്ടിയിട്ട, അവിടെ വീശുന്നതല്ല, കെട്ടിയിട്ട പതാക. രണ്ട് പതാകകളുണ്ട്. ഒന്ന് കേരള കോൺഗ്രസ് ബിയുടേതുണ്ട്, INL-ന്റേതുണ്ട്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ പറയാണ്, ആ പച്ച പതാക കണ്ടില്ല, അതാണ് മുഖ്യമന്ത്രിയെ വിരളി പിടിപ്പിച്ചത്. കാരണം പച്ച പതാക പാകിസ്ഥാന്റെ കൊടിയടയാളമാണല്ലോ. അതുകൊണ്ട് അത് ഉപയോഗിച്ചാൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, വർഗീയത അതിന്റെ ഇടയിലൂടെ. മുസ്ലിങ്ങളുടെ പതാകയാണ് പച്ചപ്പതാക എന്നുള്ള രൂപത്തിൽ. ഒരിക്കലും മുസ്ലിങ്ങളുടെ പതാകയല്ല പച്ചപ്പതാക എന്നും കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് ആ പതാക ഇങ്ങനെ കാണിക്കുകയാണ്. കാണുന്നവന് തന്നെ മനസ്സിലാവില്ല അതവിടെ കാലിൽ കെട്ടിയിട്ടതാണ്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തവനാണ്. പത്രക്കാരുടെ നിരയിൽ തന്നെ എനിക്കൊരു കസേര കിട്ടിയോണ്ട് ഏറ്റവും മുമ്പിലിരുന്ന് അതൊക്കെ കണ്ടവനാണ്. ആ ഗ്രൗണ്ടിന് ചുറ്റും, ഗ്രൗണ്ടിലെ ഓരോ കാലിലും, സൈഡിലുള്ള എല്ലാ കാലിലും LDF-ന്റെ എല്ലാ കക്ഷികളുടെയും പതാകകൾ കെട്ടിയിട്ടുണ്ട്. അത് INL-ന്റെ മാത്രമല്ല, കേരള കോൺഗ്രസ് ബിന്റെ മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ ഉണ്ട്, RJD-യുടേതുണ്ട്, CPI-യുടേതുണ്ട്. ഇങ്ങനെ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ സഖ്യകക്ഷികളുടെയും കൊടികൾ ഒരുമിച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ദുട്ടൻ ഈ പച്ച പതാക, കേരള കോൺഗ്രസ് ബിയുടെ പതാകയും കൂടെ പാറുന്നത് കാണാം. ആ പതാക, അതിന്റെ കൂടെയുള്ള INL-ന്റെ പതാക പച്ച പതാകയാണ് പിണറായി ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനൊരു ന്യായീകരണം പറഞ്ഞു. അതായത് വയനാട് തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പച്ചപ്പതാക ഉപയോഗിക്കരുത് എന്ന് കോൺഗ്രസിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഇതുകൊണ്ടായിരുന്നു, ഈ പച്ചപ്പതാക കാണിച്ച് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി വെച്ച് സംഘപരിവാറുകാർ ഉത്തരേന്ത്യയിൽ കാണിക്കും, കണ്ടോ പാകിസ്ഥാന്റെ പച്ചപ്പതാകയുടെ കൂടെയാണ് രാഹുൽ ഗാന്ധി എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പിണറായി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാ പറഞ്ഞത്. എന്താണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആ സദസ്സിൽ ഉണ്ടായിരുന്നു എന്ന്. ആ സദസ്സിൽ വന്ന എല്ലാവർക്കും കാണാവുന്ന ഒരു കാഴ്ചയാണ്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു DYFIയുടെ ചെറുപ്പക്കാരൻ ചെഗ്വേരയുടെ ചിത്രം പതിപ്പിച്ച ഒരു കൊടിയുമായി ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. LDF-ന്റെ പരിപാടിയിൽ സാധാരണ ഇത്തരം ചെഗ്വേരയുടെ കൊടികളുമായി നിരവധി DYFIയുടെയും SFIയുടെയും പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു ചെറുപ്പക്കാരൻ ചെഗ്വേരയുടെ വലിയ കൊടിയുമായി സ്റ്റേജിലൊക്കെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കയറി വീശിയുണ്ടായി. അയാൾ ആ കൊടിയുമായി അയാളുടെ ഒരുപാട് പ്രാവശ്യം ഗ്രൗണ്ട് വലം വെക്കുകയും ചെയ്തു. പിണറായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പല പ്രാവശ്യം ഈ ചെറുപ്പക്കാരൻ ആവേശത്തിൽ ഈ കൊടി വീശുകയും ചെയ്തു. അതാണ് പിണറായിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് LDF-ലെ കക്ഷികളുടെ പൊതുകൊടി അടയാളമല്ല. LDF-ൽ CPM-ന്റെ കൊടി, CPI-യുടെ കൊടി, കേരള കോൺഗ്രസിന്റെ കൊടി, പിന്നെ അതുപോലെ തന്നെ INL-ന്റെ കൊടി, RJD-യുടെ കൊടി ഒക്കെ ഉണ്ടാവും. അത് പിണറായി പറഞ്ഞല്ലോ, പൊതു അടയാളങ്ങളാണ്. LDF-ന്റെ ഇടതുപക്ഷ മുന്നണിയുടെ പൊതു അടയാളങ്ങളാണ്. പക്ഷെ ചെഗ്വേരയുടെ ചിത്രം പതിച്ച കൊടി പൊതു അടയാളമല്ല. അത് അലോസരപ്പെടുത്തും, അത് സ്വാഭാവികമാണ്. മറ്റു പാർട്ടിക്കാർക്കും ഇവരുടെ ഒരു നേതാവിന്റെ ചിത്രം വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. വിഷമം ഉണ്ടായിട്ടല്ല, എന്നാലും അത് കുറച്ചുകൂടി മാന്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതും ചെയ്യുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും ഉള്ള ഒരു സദസ്സിൽ CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ചിത്രം പതിച്ച ഒരു കൊടി വീശുന്നത് ശരിയല്ല എന്ന സ്വാഭാവികതയിൽ നിന്നാണ് പിണറായി പറഞ്ഞിട്ടുള്ളത് ആ കൊടി വീശരുത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നല്ല കാര്യമാണെങ്കിലും അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ആ വിഷമം പോലും ഉണ്ടാവണ്ട എന്ന നല്ല മാനസികാവസ്ഥയിൽ പിണറായി പറഞ്ഞ ഒരു വാക്കിനെ നിങ്ങൾ നോക്ക്. INL-ലേക്ക് കൊണ്ടുപോയി പച്ചക്കൊടിയാക്കി, മുസ്ലിങ്ങളുടെ അടയാളാക്കി, മുസ്ലിങ്ങൾക്കെതിരെയാണ് പിണറായി സംസാരിച്ചിട്ടുള്ളത്, അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നുണകളുടെ പെരും നുണകളുടെ പ്രളയം
ഇനിയും നമുക്ക് കാണേണ്ടി വരും നിലമ്പൂരിൽ. അതുകൊണ്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാൻ പോകുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കും.